മൈ ഹാർട്ട് വാസ് ബ്രോക്കൺ ആൻഡ് ഐ നോ യുവേഴ്സ് ഈസ് ബ്രോക്കൺ ടു. റാൻഡി ഇങ്ങനെ പറയുമ്പോൾ തകർന്നു പോകുന്നത് ലീ മാത്രമല്ല, നമ്മൾ പ്രേക്ഷകരുമാണ്. ഇമോഷണലി ഓണസ്റ്റായ സ്ക്രീൻ പ്ലേ, ചില മുറിവുകൾ ഹീലാവില്ലെന്ന റിയാലിറ്റി. സിനിമ കണ്ടു കഴിഞ്ഞു എല്ലാ കാലത്തും ഓർക്കുമ്പോൾ തന്നെ തകർത്ത് കളയുന്ന സിനിമാറ്റിക് മെമ്മറി. മാഞ്ചസ്റ്റർ ബൈ ദ സീ. ബോസ്റ്റണിൽ നിന്ന് ലീ ചാൻഡലർ മാഞ്ചസ്റ്ററിലോട്ട് മടങ്ങി വന്നത് അയാളുടെ സഹോദരൻ ജോയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ്. വന്നപ്പോൾ മുതൽ ആ ടൗണുമായിട്ടുള്ളൊരു പാസ്റ്റ് മെമ്മറി ലീ അലട്ടുന്നതായി കാണാൻ കഴിയും. സഹോദരന്റെ മകൻ പാട്രിക്കിന്റെ ഗാർഡിയൻ റെസ്പോൺസിബിലിറ്റി കൂടി ഏറ്റെടുക്കുന്നതോടെ ആ ടൗണിൽ തന്നെ ലീക്ക് തുടരേണ്ടി വരുന്നു. സിനിമയുടെ തുടക്കം മുതലേ ആ ടൗണിൽ ലീ മറക്കാൻ ആഗ്രഹിക്കുന്ന എന്തോ ഉണ്ടെന്ന് നമുക്കറിയാം. സിനിമയുടെ തന്നെ ഒരു ക്രൂഷ്യൽ പോയിന്റിൽ അത് റിവീൽ ചെയ്യുന്നു. ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്തവർ ഒരിക്കൽ കൂടി കാണാൻ മടിക്കുന്ന ഗംഭീര സിനിമയാണ് മാഞ്ചസ്റ്റർ ബൈ ദ സീ. വർഷങ്ങൾക്ക് ശേഷം ലീയും റാൻഡിയും കണ്ടുമുട്ടുന്ന സീനിന്റെ ഇമോഷണൽ വെയിറ്റ് സ്റ്റിൽ റീകളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലെ സീനും. സിനിമയുടെ പേരിൽ സീ എന്നത് ഒരു മെറ്റഫറായി പ്ലേസ് ചെയ്തതായിരിക്കും ഈ സിനിമ തന്ന ഏറ്റവും വലിയ ഹാങ് ഓവർ. കുറേ ഓർമ്മകളുടെയും വേദനകളുടെയും ഒരു വാസ്റ്റ്നെസ് എന്നൊക്കെ പറയില്ലേ. ഈ ഇമോഷണൽ റോളർ കോസ്റ്ററിന്റെ ഒരു പീക്ക് ഫോം എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറെങ്കിൽ ഉറപ്പായും കാണണം. ഗംഭീർ എക്സ്പീരിയൻസ് ആണ്. സിനിമയ്ക്ക് ഒരു ഫീൽ ഗുഡ് എൻഡിങ് അല്ല, മറിച്ച് ഡീപ്ലി ഹ്യൂമൻ ആയ എൻഡിങ് ആണ്. ഗിവ് ഇറ്റ് എ വാച്ച്. Please just go away. No.